ടെസ്റ്റിനകത്ത് രണ്ടാമത്തെ പാർട്ട് ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈച്ച് ഓഫ് ദ ഗിവൺ നമ്പേഴ്സ് ആസ് ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് ആർ ഗിവൺ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സം ആൻഡ് പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് 1/4ഉം ആൽഫ ബീറ്റ നമുക്ക് -1ഉം തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ വരും അല്ലെ. നമ്മൾ ആ ഇക്വേഷനിലേക്ക് നേരെ കൊടുത്താൽ മതി. അപ്പൊ കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എത്ര? 1/4 അല്ലേ. അപ്പൊ 1/4 ഇൻറ്റു എക്സ് വരും. പ്രോഡക്റ്റ് ഓഫ് റൂട്ട് -1 വരും. ഇത് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് ഫോർമുലയിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 കൊടുക്കാം. ഇവിടെ നോക്കാം, എക്സ് സ്ക്വയർ മൈനസ് സം എന്ന് പറഞ്ഞാൽ 1/4x മൈനസ് പ്രോഡക്റ്റ് -1 ഈക്വൽ ടു 0 വരും. ഇവിടെ നമ്മൾ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x സ്ക്വയർ മൈനസ് എക്സ് ഇത് ഇങ്ങോട്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ഇങ്ങോട്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -4/4 വരും ഈക്വൽ ടു 0 വരും. ഇത് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? 4x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4 ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഫോർമുലയെ നമുക്ക് ഇതേ രൂപത്തിൽ എഴുതിയാൽ മതി. ഇങ്ങനെ കോൺസ്റ്റന്റ് കേട്ട് എഴുതണമെന്നൊന്നുമില്ല. ക്വാഡ്രാറ്റിക് ഫോർമുല എഴുതുക. അപ്പൊ നമുക്ക് 4x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 കിട്ടും. അപ്പൊ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഏതാവും? 4x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4 ഈക്വൽ നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇതുപോലെ ഏത് പ്രോബ്ലം വന്നാലും ഇതേ രീതിയിൽ ചെയ്താൽ മതി.